ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക ആകെ വിഷമത്തോടെ തന്റെ റൂമിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോൾ പ്രിയങ്കയ്ക്ക് അരികിലേക്ക് മുത്തശ്ശി എത്തുന്നു. മുത്തശ്ശി പ്രിയങ്കയോട് പറഞ്ഞു, എടി നീ എന്തിനാ ഒച്ചേ അങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞത്? അവരോട് അതൊക്കെ പറയേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? അല്ലെങ്കിലും അവൾ ഇവിടെ വന്ന് യേശുവിനെ പറഞ്ഞിട്ടാണ് അവരുടെ മനസ്സ് അങ്ങനെയൊക്കെ ആയത്. അവളോട് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ സ്നേഹം അവളോടാണെന്ന് പറഞ്ഞപ്പോൾ അവളങ്ങ് പൊങ്ങിപ്പോയി കാണും. പിന്നെ അവളൊരു വക്കീലിനെ കൊണ്ടുവന്നും അവൾ പിന്നെ മൊഴി പറഞ്ഞത് കൊണ്ടുമാണ് നിന്നെ രക്ഷപ്പെടുത്തിയെന്നുള്ളതിന്റെ ഒരു അഹങ്കാരം കൂടിയുണ്ട് അവൾക്ക്. എന്തായാലും അവള് നിന്റെ ജീവിതം തകർത്ത് കളയാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാ. അതുകൊണ്ട് എൻ്റെ മോള് വിഷമിക്കുമൊന്നും വേണ്ട, മോള് സങ്കടപ്പെടേണ്ട, ഇങ്ങോട്ട് എണീറ്റ് വന്നേ എന്ന് പറഞ്ഞ് പ്രിയങ്കയോട് എഴുന്നേറ്റ് വരാനായി മുത്തശ്ശി അറിയിച്ചു. അവളെ കൊല്ലാനൊന്നും ഇനി എൻ്റെ മോള് പോകണ്ട, അവളെ എന്താ ചെയ്യേണ്ടതെന്ന് മുത്തശ്ശിക്കറിയാം, മുത്തശ്ശി നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഇത് കേട്ടതും പ്രിയങ്ക വേഗം ചാടി എഴുന്നേറ്റ്, എൻ്റെ പൊന്നു മുത്തശ്ശി, മുത്തശ്ശി ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എനിക്കൊരല്പം മനസ്സമാധാനം എന്താ, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിച്ചു, അത് ശരി, അച്ഛനോടും അമ്മയോടുള്ള ദേഷ്യം മുഴുവൻ നീ എന്നോട് തീർക്കുകയാണോ എന്ന് മുത്തശ്ശി ചോദിച്ചു. അതെ, അത് ശരി, അത് കൊള്ളാം. ഞാനേ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അവള് പറയുന്നതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നിന്റെ മനസ്സ് മാറിയോ എന്ന് മുത്തശ്ശി പ്രിയങ്കയോട് ചോദിച്ചു. ഉടനെ പ്രിയങ്ക പറഞ്ഞു, മുത്തശ്ശി, എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്നും അല്ല ദേഷ്യം, എനിക്ക് ദേഷ്യം മുഴുവൻ മുത്തശ്ശിയോടാ, ഒന്ന് ഇറങ്ങി പോകാവോ എന്ന് മുത്തശ്ശിയോട് ദേഷ്യത്തോടെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു, മോളെ, നിന്റെ മനസ്സ് മാറി തുടങ്ങിയോ? അതെ, അവളുടെ പൂങ്കണ്ണീര് കണ്ടിട്ടൊന്നും എൻ്റെ മോളുടെ മനസ്സൊന്നും മാറണ്ട കേട്ടോ. അതൊക്കെ എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയുള്ള അവളുടെ വെറും അഭിനയം മാത്രമാ, അത് മറക്കണ്ട എന്ന് മുത്തശ്ശി പ്രിയങ്കയോട് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ മുത്തശ്ശി റൂമിൽ നിന്ന് ഇറങ്ങുന്നു. പ്രിയങ്ക അപ്പോഴേക്കും ഓർത്തത് കോടതിയിൽ വന്ന് രാധിക പറഞ്ഞ മൊഴിയായിരുന്നു. പ്രിയങ്ക അവർക്ക് പണം കൊടുക്കുമെന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഒരു സഹായമാണെങ്കിൽ അത് ചെയ്തോളാൻ ഞാനാ പറഞ്ഞത് എന്ന് രാധിക മൊഴി പറഞ്ഞത് പ്രിയങ്ക ഓർമ്മിച്ചു. തന്നെ രക്ഷിക്കാനായിട്ട് അവിടെ മൊഴി നൽകുകയും തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും തന്നെ തള്ളി പറഞ്ഞത് കേട്ടപ്പോൾ കുഞ്ഞുനാള് താൻ ചെയ്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ചേച്ചിയെ താൻ ദ്രോഹിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്നെല്ലാം അച്ഛനും അമ്മയും തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അതെല്ലാം കേട്ട് സഹിച്ചു നിന്ന ചേച്ചി അന്നൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എല്ലാം നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും കഴിഞ്ഞെങ്കിൽ ഈ ഒരു തെറ്റുകൂടി അച്ഛന് ക്ഷമിച്ചൂടെ എന്ന പ്രിയങ്കയോടുള്ള ആ ചോദ്യം കേട്ട് ആകെ വിഷമത്തോടെ പ്രിയങ്കയോട് അങ്ങനെ ചോദിക്കുന്നത് പ്രിയങ്കയെക്കുറിച്ച് അച്ഛനോട് അങ്ങനെ ചോദിക്കുന്നത് കേട്ട് രാധികയുടെ ആ സ്നേഹം തിരിച്ചറിഞ്ഞ പ്രിയങ്ക അതോർത്ത് പൊട്ടിക്കരയുന്നു. പിന്നീട് കാണുന്നത് കണിമംഗലത്ത് വരുൺ വലിയ ആലോചനയിലാണ്. വരുൺ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ സൂര്യയോടും മുത്തശ്ശിയോടും കണിമംഗലത്തുള്ള മറ്റുള്ള എല്ലാവരോടുമായിട്ട് വരുൺ പറഞ്ഞു, അച്ഛാ, ഒരു കാര്യം ഉറപ്പാണ്, പ്രിയങ്ക ചിലപ്പോൾ ഇങ്ങോട്ട് വന്നേക്കും, അച്ഛൻ്റെ തീരുമാനം എന്താ എന്ന് വരുൺ അന്വേഷിച്ചു. ഒന്നും മിണ്ടാതെ എല്ലാവരും അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ വരുൺ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രിയങ്കയെ ഇനി എവിടേക്ക് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കണിമംഗലത്ത് ഇനി പ്രിയങ്ക വേണ്ട, എൻ്റെ ജീവിതത്തിലേക്ക് ഇനി പ്രിയങ്കയെ ഞാൻ ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, മോനെ, കോടതി അവൾ തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വരുൺ ചോദിച്ചു, അച്ഛാ, അത് രാധിക അവിടെ ചെന്ന് മൊഴി നൽകിയത് കൊണ്ട് മാത്രമാണ്. രാധിക ആ മൊഴി നൽകാനായി പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രിയങ്ക എവിടെയായിരുന്നു എന്ന് അച്ഛൻ ചിന്തിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ പത്മിനി പറഞ്ഞു, മോനെ, പ്രിയങ്കയെ നിരപരാധിയായിട്ട് രാധിക പ്രിയങ്കയോട് ക്ഷമിച്ചു. അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ തന്നെ രാധിക അതിന് മാപ്പ് കൊടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ അവരോട് ദേഷ്യപ്പെട്ട് നിന്നിട്ടോ പ്രിയങ്കയെ തള്ളിക്കളഞ്ഞിട്ടോ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, അമ്മേ, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ ഇനി എങ്ങനെ നമ്മൾ വിശ്വസിക്കും എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്തായാലും പ്രിയങ്ക വരട്ടെ, നമുക്ക് എന്താന്ന് വെച്ചാൽ ആലോചിക്കാം എന്ന് പറഞ്ഞത് കേട്ട് സൂര്യ പറഞ്ഞു, അച്ഛാ, ഞാൻ എന്തായാലും വരുണിന്റെ കൂടെയാണ് നിൽക്കുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പെണ്ണിന്റെ കൂടെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക? വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പെണ്ണിന്റെ ഒപ്പം ജീവിച്ചതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് എന്ന് സൂര്യ പറയുമ്പോൾ ഇത് കേട്ട് നിന്ന കൽപ്പന പറഞ്ഞു, ദേ സൂര്യ, പ്രിയങ്കയുടെ കാര്യം പറയുമ്പോൾ വെറുതെ എന്നെ അതിലേക്ക് വലിച്ചിരിക്കേണ്ട കാര്യമില്ല. പ്രിയങ്ക സ്വന്തം ചേച്ചിയാണ് കൊല്ലാൻ നോക്കിയത്, അതിന് അവൾക്ക് ശിക്ഷ കിട്ടാനും പോയി, എന്നിട്ട് അതിൽ നിന്ന് അവളുടെ ചേച്ചി തന്നെ അവളെ രക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, അവര് ചേച്ചിയും അനുജത്തിയും തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെ ആഴമാണ് അതിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അവരുടെ പരസ്പര സ്നേഹം അത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, എന്തായാലും പ്രിയങ്കയുമായിട്ടുള്ള എൻ്റെ പ്രശ്നങ്ങൾ ഇവിടെയുള്ള എല്ലാവരും പ്രിയങ്ക പാവമാണെന്നും അവളെ ദ്രോഹിക്കരുതെന്നും അവളെ വേദനിപ്പിക്കരുതെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ ഉപദേശിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നല്ലോ.
എന്നാൽ ഈ ഒരു കാര്യത്തിൽ ആ ഉപദേശമൊന്നും ഇനി ആരുടെയും ഭാഗത്തുനിന്ന് വേണ്ട. പ്രിയങ്കയെ എന്തായാലും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. ഇത് കണ്ട ഉടനെ പരമേശ്വരൻ പറഞ്ഞു, അമ്മേ, അമ്മ അവനവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിയങ്കയുടെ കേട്ടാതിരിക്കാനാവില്ല എന്ന് പരമേശ്വരൻ അറിയിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് നിന്ന കൽപ്പന പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഈ സമയത്ത് അത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, അന്ന് വിവാഹം ആലോചിച്ച് കണിമംഗലത്ത് നിന്ന് ആറ്റുവാശ്ശേരിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇതിന് ഇത്രത്തോളം ആഠിത്യവും കുടുംബ പാരമ്പര്യവും അന്തസ്സും ഒക്കെയുള്ള ഒരു കുടുംബം വേറെ ഇല്ല എന്നതായിരുന്നു. അന്നിവിടെ ഉള്ളവരും അതൊക്കെ പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി? അവിടുത്തെ കുടുംബ പാരമ്പര്യവും മഹിമയും ഒക്കെ ഉള്ള പെൺകുട്ടി വന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കൽപ്പന അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പത്മിനി പറഞ്ഞു, എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവിടെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അത് ആ ഒരു അവസരം മുതലെടുക്കാനാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ പത്മിനി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൽപ്പനയും ഇളയമയും കൂടി അപ്പുറത്തേക്ക് മാറുന്നതിന് ശേഷം കൽപ്പന പറഞ്ഞു, എന്തായാലും പ്രിയങ്ക ഈ ഒരു അവസരത്തിൽ ഇവിടേക്ക് വലിഞ്ഞു കയറി വരാൻ സാധ്യതയേറെയാണ്. അവൾ ഒരു കാരണവശാലും വരുണിന്റെ ജീവിതത്തിലേക്ക് ഇനി കടക്കാൻ പാടില്ല. വരുണിന്റെ തീരുമാനത്തിൽ നിന്ന് വരുൺ പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കൽപ്പന പറയുമ്പോൾ ഇളയമ്മ പറഞ്ഞു, ഇപ്പോ ഇവിടെ വന്ന് പ്രിയങ്ക ഈ ഒരു കാര്യം ചെയ്യാൻ ഇളയമ്മയും ഏടത്തിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരാരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അത് തീർച്ചയാണ് എന്ന് പറഞ്ഞു. ഉടനെ ഇളയം എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അവളുടെ വാ മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ എന്ന് കൽപ്പന പറയുമ്പോൾ അത് കേട്ട ഇളയമ്മ ചോദിച്ചു, എന്നിട്ടെന്താ വരുൺ അവളെ ഇവിടേക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചതും ഇളയമ്മയോട് കൽപ്പന പറഞ്ഞു, അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ളവരെ ആരെയും നമുക്ക് വിശ്വസിക്കാനാവില്ല. കാരണം ആ ദേവനാരായണൻ തിരുമേനി ഇവിടെ വന്ന് കരഞ്ഞു കലങ്ങി എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അയാളുടെ കണ്ണീരിന് മുന്നിൽ മനസ്സലിയുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും. പിന്നെ ആ രാധികയും അതിനൊട്ടും മോശമല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും പ്രിയങ്കയെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതിൽ നിന്ന് ഇവിടെയുള്ള എല്ലാവരെയും എതിർക്കണം, അതിൽ നിന്ന് വിലക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രിയങ്ക മാത്രമല്ല, പ്രിയങ്കയോടൊപ്പം രാധിക കൂടിയാണ് ഈ വീടിന്റെ പടിയിറങ്ങി പോകുന്നത്. അത് നമുക്ക് വലിയൊരു നേട്ടം തന്നെയാ എന്ന് കൽപ്പനയോട് പറയുമ്പോൾ ഇളയമ്മ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ആലോചിച്ച് കൽപ്പന നിന്നു. പിന്നീട് കാണുന്നത് ആറ്റുവാശ്ശേരിയിൽ പൂജാമുറിയിലും തൻ്റെ കണ്ണനോട് കണ്ണീരൊഴുകി പ്രാർത്ഥിക്കുകയാണ് രാധിക. തൻ്റെ അനുജത്തിക്ക് നല്ല ബുദ്ധി കൊടുക്കണമെന്നും അച്ഛൻ്റെ മനസ്സിന് സമാധാനം നൽകണമെന്നും അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാകണമെന്നും പ്രിയങ്കയുടെ തെറ്റുകളെല്ലാം പുറത്ത് അവളെ നേർവഴി നടത്തണമെന്നും അവൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ എന്നും കണ്ണനോട് മനമുരുകി പ്രാർത്ഥിക്കുകയാണ് രാധിക. രാധികയുടെ ആ പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം പെട്ടെന്ന് രാധിക നോക്കുമ്പോൾ തന്നെ കുഞ്ഞിൽ നിന്ന് ആരോ വട്ടത്തിൽ കെട്ടിപ്പിടിച്ചതായിട്ട് രാധികയ്ക്ക് തോന്നി. രാധിക ഞെട്ടലോടെ അതാരാണെന്നറിയാനായി ആ കൈ വിടുവിച്ച് പിന്തിരിച്ചു നോക്കുമ്പോൾ രാധികയെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് പ്രിയങ്ക. ചേച്ചി, എന്നോട് ക്ഷമിക്കണം ചേച്ചി. ചേച്ചി എന്തിനാ എനിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? ചേച്ചി, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എത്ര ക്രൂരമായിട്ടുള്ളതായിരുന്നു എന്ന് എനിക്കറിയാം. കുഞ്ഞുനാൾ മുതൽ ചേച്ചിയെ എപ്പോഴും ഞാൻ ദ്രോഹിക്കാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാം എനിക്ക് മാത്രം വേണമെന്നുള്ള ഒരു ധാരണയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എനിക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്നതായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. ചേച്ചി എൻ്റെ ആരുമല്ലെന്നും അനാഥയാണെന്നും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും ഇത് ചേച്ചിയുടെ വീടല്ല എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം എനിക്ക് മനസ്സിലാവുന്നു. ഇത്രയും നേരം ഞാൻ മുറിയിൽ കിടന്ന് കരയുകയായിരുന്നു. കുഞ്ഞുനാൾ മുതൽ ഞാൻ ചേച്ചിയോട് ചെയ്തിട്ടുള്ള വേർതിരിവും തെറ്റുകളും ഒക്കെ ഞാൻ ഓർത്തു. അതെല്ലാം മറന്ന് എനിക്കൊരാപത്ത് വന്നപ്പോൾ എന്നെ സഹായിക്കാനായി ഓടിയെത്തിയത് എൻ്റെ ചേച്ചി മാത്രമാണ്. ഇപ്പോൾ എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചേച്ചി. എന്നോട് ക്ഷമിക്ക്. ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്നോട് ക്ഷമിക്കുക ചേച്ചി. എന്ത് ശിക്ഷ വേണമെങ്കിലും ചേച്ചിക്ക് എനിക്ക് നൽകാം എന്ന് പറഞ്ഞ് രാധികയോട് ക്ഷമ ചോദിച്ച് പൊട്ടിക്കരയുന്ന പ്രിയങ്കയെ ചേർന്ന് നിർത്തി രാധിക പറഞ്ഞു, മോളെ, നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? നീ അങ്ങനെ ക്ഷമയൊന്നും ചോദിക്കണ്ട. അങ്ങനെ ക്ഷമ ചോദിച്ച് കരയുകയോ വേദനിക്കുകയോ ഒന്നും ചെയ്യരുത്. ചേച്ചിക്ക് എൻ്റെ അനുജത്തി എന്നും എൻ്റെ പൊന്നുമോള് തന്നെയാണ്. ഒരിക്കലും എൻ്റെ മോള് സങ്കടപ്പെടരുതെന്ന് മാത്രമേ ചേച്ചിക്ക് ആഗ്രഹമുള്ളൂ. പിന്നെ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വരുന്ന ഈ കണ്ണുനീര് അത് അനാഥയായതിൻ്റെ ആ ഒരു ചിന്ത മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അതങ്ങനെ വന്നു പോകുന്നതാണ്. അത് മോള് കാര്യമാക്കേണ്ടതില്ല. എൻ്റെ പൊന്നുമോള് എന്നോട് ക്ഷമ ചോദിക്കുകയും വേണ്ട. നീ പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണോ മോളെ? ചേച്ചിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. നീ പറയുന്ന വാക്കുകൾ ഓരോന്നും മനസ്സിൽ തട്ടി തന്നെ ഉള്ളതാണോ എന്ന്
രാധിക ചോദിക്കുമ്പോൾ പ്രിയങ്ക പറഞ്ഞു, അതെ ചേച്ചി, ചേച്ചിയുടെ മുന്നിൽ ഞാൻ അഭിനയിക്കുന്നതല്ല, ഇത് മനസ്സിൽ തട്ടി ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് തന്നെ പറയുന്ന വാക്കുകളാണിതെല്ലാം എന്ന് രാധികയോട് പ്രിയങ്ക പറഞ്ഞു. ചേച്ചിക്ക് മാത്രമേ എന്നെ സ്നേഹിക്കാനും എന്നോട് ക്ഷമിക്കാനുമാകൂ. അത്രത്തോളം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ ചേച്ചിക്ക് എന്നോട് ക്ഷമിക്കാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് രാധികയെ കെട്ടിപ്പിടിച്ച് പ്രിയങ്ക പൊട്ടിക്കരയുന്നു. ഇനി ഒരിക്കലും എൻ്റെ ചേച്ചിയെ ഞാൻ വേദനിപ്പിക്കില്ല, ദ്രോഹിക്കില്ല എന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിക്കുക ചേച്ചി എന്ന് പറഞ്ഞ് പൂജാമുറിയിലെത്തി രാധികയുടെ കാല് പിടിച്ച് പ്രിയങ്ക മാപ്പ് ചോദിക്കുമ്പോൾ രാധിക പ്രിയങ്കയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് പറഞ്ഞ്, നീ ചേച്ചി പറയുന്നത് പോലെ നീ എന്നും എൻ്റെ അനുജത്തി തന്നെയാ എൻ്റെ പൊന്നുമോള്. അതുകൊണ്ട് എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട. നിനക്കൊരാപത്തും വരാൻ ഈ ചേച്ചി സമ്മതിക്കില്ല. നീ എൻ്റെ പ്രിയപ്പെട്ടവളല്ലേ എന്ന് പറഞ്ഞ് രാധികയെ പ്രിയങ്കയെ കെട്ടിപ്പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നു. എൻ്റെ മോൾക്ക് ഈ ചേച്ചി ഒരു വാക്ക് തരാം. എൻ്റെ മോൾക്ക് ഇനി ഒന്നും നഷ്ടമാകില്ല. എൻ്റെ മോൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം എൻ്റെ മോൾക്ക് തന്നെ എന്നും ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ്, ഈ ചേച്ചി ഉള്ളപ്പോൾ എൻ്റെ മോൾക്കൊന്നും നഷ്ടമാകത്തില്ല എന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയെ സമാധാനപ്പെടുത്തുന്നു. എൻ്റെ പൊന്നുമോള് എന്നും ഈ ചേച്ചിയോടൊപ്പം തന്നെ ഉണ്ടാകണം. ചേച്ചിക്ക് എന്നും എൻ്റെ പൊന്നുമോള് കൂടെ തന്നെ വേണം. ഒരു കാര്യം ചേച്ചി മോൾക്ക് ഉറപ്പ് തരാം, ഈ ചേച്ചി ഉള്ളപ്പോൾ എൻ്റെ മോൾക്ക് ഒന്നും നഷ്ടമാകത്തില്ല, അത് തീർച്ചയാണ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ കൈ ചേർത്ത് പിടിപ്പിച്ച് പ്രാർത്ഥിക്കാനായി ഭഗവാന്റെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കാൻ രാധിക പ്രിയങ്കയോട് പറയുന്നു. അതിനുശേഷം താൻ ചൊല്ലിയ ആ കീർത്തനം വീണ്ടും അത് ചൊല്ലി മുഴുമിപ്പിക്കാനായി രാധിക തയ്യാറാകുമ്പോൾ അത് കേട്ട് പ്രിയങ്ക വിഷമത്തോടെ രാധികയെ നോക്കുന്നു. രാധിക കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടതോടെ പ്രിയങ്ക രാധികയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേച്ചി, എൻ്റെ ചേച്ചി എന്തിനായി കരയുന്നത് എന്ന് ചോദിച്ച് പ്രിയങ്ക വീണ്ടും രാധികയെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ ചേച്ചിയുടെ കണ്ണുനീര് തുടയ്ക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും പൊട്ടിക്കരയുന്ന രാധികയെ ചേർത്ത് പിടിച്ച് ചേച്ചിയുടെ തോളിലേക്ക് ചേർന്ന് രാധികയുടെ ആ ചൂട് പറ്റി പ്രിയങ്കയും പൊട്ടിക്കരയുമ്പോൾ അനുജത്തിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ, ആ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാധിക പ്രിയങ്കയോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നിനക്ക് വേണ്ടി ഈ ചേച്ചി എത്ര വേദന കഴിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ല എന്ന് രാധിക പ്രിയങ്കയോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നതും യശോദ അവിടെ ഹാളിലിരുന്ന പത്രം വായിക്കുന്ന ദേവനാരായണനെ വന്ന് വിളിക്കുന്നു. അതെ, ഇനി വന്നേ, ഒരു കൂട്ടം കാട്ടിത്തരാം എന്ന് പറഞ്ഞ് ദേവനാരായണനെ വിളിച്ചുകൊണ്ട് രാധികയുടെ റൂമിലേക്ക് എത്തി. ദേവനാരായണൻ അവിടേക്ക് വന്നതും യശോദ രാധികയെ ബെഡിൽ കിടക്കുന്നത് ചൂണ്ടിക്കാണിച്ചു. രാധികയുടെ ചൂട് പറ്റി രാധികയെ കെട്ടിപ്പിടിച്ച് ചേച്ചിയോട് ചേർന്ന് കിടക്കുന്ന പ്രിയങ്കയെ യശോദ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ രാധികയെ കെട്ടിപ്പിടിച്ച് സുഖമായി കിടന്നുറങ്ങുന്ന പ്രിയങ്കയെ കാണിച്ചതും രാധിക വേഗം അച്ഛനും അമ്മയും വന്ന് നോക്കുന്നത് കണ്ട് വേഗം രാധിക ചാടി എഴുന്നേറ്റു. എന്താ അമ്മേ, എന്തു പറ്റിയച്ചാ എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണൻ പറഞ്ഞു, ഒന്നുമില്ല, അമ്മ എന്നെ എവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നാ എന്ന് പറഞ്ഞതും പ്രിയങ്ക ഇന്നലെ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ സമാധാനപ്പെടുത്തി ഉറക്കിയതാണ് എന്ന് രാധിക പ്രിയങ്കയെക്കുറിച്ച് പറയുന്നു. അത് കേട്ടതും ദേവനാരായണൻ അതിശയത്തോടെ യശോദയെ നോക്കുന്നു. രണ്ടുപേരും അത് വിശ്വസിക്കാനാകാതെ പരസ്പരം ഞെട്ടലോടെ നോക്കുമ്പോൾ യശോദയോടും ദേവനാരായണനോടും രാധിക പറഞ്ഞു, ഇന്നലെ രാത്രി മുഴുവൻ അവൾ കുഞ്ഞുനാൾ മുതൽ എന്നോട് ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ ഏറ്റു പറയുകയായിരുന്നു. അവൾ മൂലം എന്നെ എത്രത്തോളം വേദനിപ്പിച്ചു എന്നും അതിനൊക്കെ എന്നോട് മാപ്പ് ചോദിക്കുകയായിരുന്നു. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും അവൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്നോട് കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് എന്നോട് ക്ഷമ ചോദിക്കുകയായിരുന്നു എന്ന് രാധിക ദേവനാരായണനോടും യശോദയോടും പറയുന്നു. ഇനി അവളോട് അച്ഛനും അമ്മയും കൽച്ച കാട്ടരുതെന്നും അവളോട് ക്ഷമിക്കണമെന്നും ഇനിയെങ്കിലും അച്ഛനോട് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക ഉറക്കമുണർന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ അച്ഛനും അമ്മയോടെ നിൽക്കുന്നത് കണ്ടതോടെ പ്രിയങ്ക വേഗം ചാടി എഴുന്നേറ്റു. അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ ആകെ ഭയത്തോടെ പ്രിയങ്ക നോക്കുന്നത് കണ്ട് ദേവനാരായണൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അച്ഛനും അമ്മയും അവിടുന്ന് പോകുന്നത് കണ്ടതോടെ രാധിക വേഗം പ്രിയങ്കയെ എഴുന്നേൽപ്പിച്ചു. ഇനി വന്നേ, എഴുന്നേറ്റ് വന്നേ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ വിളിച്ചുകൊണ്ട് അച്ഛനരികിലേക്ക് രാധിക കൂട്ടിക്കൊണ്ടു പോകുന്നു. പ്രിയങ്കയും രാധികയും കൂടി വേഗം ദേവനാരായണന്റെ അരികിലേക്ക് ചെന്നു. യശോദയും കൂടെ അവിടേക്ക് എത്തുമ്പോൾ പ്രിയങ്കയെ കൊണ്ടുവന്ന് രാധിക അച്ഛന് മുന്നിൽ നിർത്തി. അച്ഛ, ഇനിയെങ്കിലും ഇവളോട് ക്ഷമിക്കാൻ അച്ഛൻ തയ്യാറാകണം.
ഇന്നലെയെല്ലാം ചെയ്ത തെറ്റുകൾക്കെല്ലാം എന്നോട് മാപ്പ് പറഞ്ഞ് സങ്കടപ്പെട്ട് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു, അച്ഛാ, എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റ് എത്രത്തോളമാണെന്ന്. ഇനി ഒരിക്കലും ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഉടനെ അവിടേക്ക് മുത്തശ്ശി എത്തി. എന്താ എന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, ഒന്നുമില്ലമ്മേ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്നത് കണ്ടു, അക്കാര്യം ഞാൻ പറയുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രാധിക ദേവനാരായണനോട് ചോദിച്ചു, അച്ഛാ, അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? ഉടനെ ദേവനാരായണൻ പറഞ്ഞു, ഇവിടെ പത്രം വായിച്ചുകൊണ്ടിരുന്ന എന്നെ വിളിച്ചുകൊണ്ട് അമ്മ അവിടെ കൊണ്ടുവന്ന് ഒരു കൂട്ടം കാണിച്ചു തരാമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച രണ്ടുപേരും ചേർന്ന് കിടക്കുന്ന കാഴ്ച. ആ കാഴ്ച കണ്ടതോടെ അച്ഛന് ഒരു കാര്യമേ പറയാനുള്ളൂ. അച്ഛൻ്റെ മനസ്സിൽ എന്നും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ആഗ്രഹം മാത്രമേ അച്ഛൻ്റെ മനസ്സിൽ എന്നുമുള്ളൂ എന്ന് ദേവനാരായണൻ പറയുമ്പോൾ രാധിക പ്രിയങ്കയെ ചേർത്ത് പിടിച്ചു. ഇതിലപ്പുറമൊന്നും അച്ഛന് വേറെയില്ല. നിങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താണ് കുഴപ്പം? ഞാൻ എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത് എന്ന് ദേവനാരായണൻ പറയുമ്പോൾ പ്രിയങ്കയ്ക്കും രാധികയ്ക്കും സമാധാനമായി. അച്ഛൻ പ്രിയങ്കയോട് ക്ഷമിച്ചു എന്ന് കേട്ടതോടെ രണ്ടുപേരെ സമാധാനത്തോടെ നിൽക്കുമ്പോൾ യശോദ പറഞ്ഞു, പ്രിയങ്ക മോളെ, നിനക്കറിയില്ല, കുഞ്ഞുനാൾ മുതൽ രാധിക മോള് നിനക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന്, എത്രത്തോളം വേദന തിന്നിട്ടുണ്ടെന്ന്. ഇനിയും അവളെ ഇതുപോലെ ദ്രോഹിക്കാൻ നീ തയ്യാറാകരുത്. ഇനിയും അവളെ വേദനിപ്പിക്കാനായി നീ തുനിഞ്ഞിറങ്ങരുത്. അതേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലായി അമ്മേ. എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ എൻ്റെ ചേച്ചിയെ ഒരിക്കലും ദ്രോഹിക്കില്ല. പിന്നെ ഞാനിനി കളിമംഗലത്തേക്ക് പോകുന്നില്ല. അത് കേട്ടതും ഉടനെ മുത്തശ്ശി ചോദിച്ചു, കളിമംഗലത്തേക്ക് പോകുന്നില്ലെന്നോ? അതെന്താ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, ഇനി അവരാരും എന്നെ സ്വീകരിക്കില്ല. ഞാൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ഒരു കുറ്റവാളിയല്ലേ. അവർക്കെല്ലാവർക്കും സത്യം ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അവിടേക്ക് ചെന്നാൽ അവരെന്നെ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് ഇനി ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ ഞാനിവിടെ കഴിഞ്ഞോളാം. അങ്ങനെ പ്രിയങ്ക പറയുമ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ദേവനാരായണനും മുത്തശ്ശിയും ഒക്കെ ആകെ ടെൻഷൻ ചേർക്കുമ്പോൾ പ്രിയങ്കയുടെ ആ വാക്കുകൾ കേട്ട് രാധിക പറഞ്ഞു, വേണ്ട, അതൊന്നും വേണ്ട. നീ പ്രിയങ്ക മോള് ഇവിടെയല്ല ജീവിക്കേണ്ടത്. നീ കണിമംഗലത്താണ് കഴിയേണ്ടത്. ഇന്നലെ രാത്രിയിൽ ചേച്ചി മോൾക്കൊരു വാക്ക് നൽകിയിരുന്നില്ലേ, നിനക്കൊന്നും നഷ്ടപ്പെടില്ല എന്ന്. അതുകൊണ്ട് കണിമംഗലത്തേക്ക് തിരിച്ചു പോവുകയില്ല എന്നുള്ള തീരുമാനം മോൾ എടുക്കണ്ട. ചേച്ചിയാ പറയുന്നത്. മോള് തിരിച്ച് കണിമംഗലത്തേക്ക് തന്നെ പോകും. അവർ മോളെ സ്വീകരിക്കാം. മോളോടുള്ള തെറ്റിദ്ധാരണ, അവരുടെ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയും എന്ന് രാധിക പ്രിയങ്കയ്ക്ക് വാക്ക് നൽകുന്നു. അതിനുശേഷം പ്രിയങ്ക തൻ്റെ കൂടെ കണിമംഗലത്തേക്ക് വരണമെന്ന് അച്ഛനോട് ആവശ്യപ്പെടുകയും ഞാൻ തന്നെ പ്രിയങ്ക മോളെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാമെന്നും അച്ഛൻ അതോർത്ത് വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് രാധിക പ്രിയങ്കയും കൂട്ടി കണിമംഗലത്തേക്ക് പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ പ്രിയങ്കയും കൂട്ടിക്കൊണ്ട് രാധിക കണിമംഗലത്തേക്ക് പോകുന്ന വഴി ഓട്ടോയിൽ അങ്ങനെ പോകുമ്പോഴാണ് അവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ശ്യാമയും അമൃതേടത്തിയും കൂടി വഴിപാടുകൾ കഴിപ്പിക്കാനായി എത്തിയത്. ആ ക്ഷേത്രത്തിൽ ഇറങ്ങുന്ന ശ്യാമയെ ഓട്ടോയിൽ പോകുന്ന അവിടെ തൊഴുത് പ്രാർത്ഥിക്കുന്ന പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമയെ ആ രാധികയും പ്രിയങ്കയും സഞ്ചരിച്ച ആ ഓട്ടോയിലെ ഡ്രൈവർ കാണുന്നു. ഉടനെ ആ ഡ്രൈവർ പറഞ്ഞു, ഇതാ ശ്യാമ മേഡം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അദ്ദേഹം പറയുമ്പോൾ അത് കേട്ട രാധികയുടെ മനസ്സിൽ ശ്യാമ മേഡത്തെ കാണാനുള്ള ആഗ്രഹമുണ്ടാകുന്നു. പെട്ടെന്ന് ഓട്ടോ നിർത്താനും ഞാനൊന്ന് മേഡത്തെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നു. ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറിയ രാധിക ശ്യാമ മേഡത്തെ കാണാനുള്ള ആകാംക്ഷയിലും പ്രതീക്ഷയിലും അകത്തേക്ക് ഓടി വരുമ്പോൾ അമൃതയെടുത്തി അവിടെ അങ്ങോട്ട് ഓടി വരുന്ന രാധികയെ കാണാനിടയായി. ഉടനെ തന്നെ അമൃതയെടുത്തി ശ്യാമയ്ക്കരികിലേക്ക് ഓടിയെത്തി. ശ്യാമേ, ഒരു പ്രശ്നമുണ്ട്, രാധിക മോള് എന്ന് പറഞ്ഞതും ശ്യാമ ഞെട്ടി. അയ്യോ, മോളോ? എവിടെയേട്ടെത്തി എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ കാണിക്കാം, നീ വേഗം വന്നേ, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് വേഗം കാറിനരികിലേക്ക് രാധികയുടെ കണ്ണു വെട്ടിച്ച് അമൃതയെടുത്തി ശ്യാമയും കൂട്ടിക്കൊണ്ട് പോകുന്നു. രാധിക അവിടെ എല്ലായിടത്തും ശ്യാമയെ അന്വേഷിച്ചിട്ടും ശ്യാമ മേഡത്തെ കാണാതെ പോയതിൻ്റെ നിരാശയിൽ രാധിക സങ്കടത്തോടെ നിൽക്കുന്നു.